അർദ്ധരാത്രി ഉറങ്ങിക്കിടന്ന ആശാവർക്കർമാരെ വിളിച്ചുണർത്തി ടാർപോളിൻ ഷീറ്റ് അഴിപ്പിച്ച് പോലീസ്. കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് നടപടി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപ്പയാണ് അഴിപ്പിച്ചത്. മുകളിൽ നിന്നുള്ള ഉത്തരവാണ് പോലീസ് നടപ്പാക്കിയതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. രാത്രി ടാർപോളിൻ കെട്ടി അതിനു താഴെ പായ വിരിച്ചുറങ്ങുകയായിരുന്നു ആശാപ്രവർത്തകർ. പുലർച്ചെ 3 മണിയോടെ മഴ പെയ്തപ്പോഴാണ് പോലീസ് നടപടി. ടാർപോളിൻ അഴിച്ചു മാറ്റണമെന്ന് നിർബന്ധപൂർവ്വം പോലീസ് ആവശ്യപ്പെട്ടു. കോടതി ഉത്തരവും പോലീസ് പരാമർശിച്ചു. പോലീസിന്റേത് മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് പ്രതിഷേധക്കാർ. അതുകൊണ്ട് മഴയൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷേ നമ്മുടെ ഭരണകൂടം ഇങ്ങനെ ചെയ്യുന്നത് ഈ 20 ദിവസമായിട്ട് ഇവിടെ ഈ പെരുമഴയത്തും വെയിലത്തൊക്കെ ഇരിക്കുമ്പോൾ ഇതൊരു കണ്ണില്ലാത്തൊരു ക്രൂരത തന്നെയാണ്. ഒരു 15 പേരാണ് ഉണ്ടായിരുന്നത്. അഴിച്ചു മാറ്റിയതിനു ശേഷം മഴയത്ത് ഇരിക്കുമായിരുന്നു, കസേരയിൽ ഇരിക്കുമായിരുന്നു. എങ്ങനെയാണ് കിടക്കാൻ പറ്റുന്നത്? എല്ലാം നനഞ്ഞു, വിരിച്ചിരുന്നതെല്ലാം നനഞ്ഞു. ഞങ്ങളുടെ പ്ലാസ്റ്റിക് ഷീറ്റും പായും എല്ലാം നനഞ്ഞു. പിന്നെ കിടക്കാൻ പറ്റില്ലല്ലോ, ഇരുന്ന് നേരം വിളിപ്പിക്കുമായിരുന്നു ഇത്രയും സമയം. ഇതിപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് പിടിച്ച് ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നതാണ്. പോലീസ് പറയുന്നത് നിങ്ങൾ ഇത് മഴയത്ത് നിങ്ങൾ കുട പിടിച്ചിരുന്നോളാം. എല്ലാവരുടെ കയ്യിലും കുട പോലും ഉണ്ടായിരുന്നില്ല, മഴയത്തിരിക്കുമായിരുന്നു. ആശാവർക്കർമാരുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം 21 ദിവസം പിന്നിട്ടു. ആശാവർക്കർമാർ നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. വേതനം 7000-ൽ നിന്ന് 21,000 ആക്കുക, പെൻഷൻ അനുവദിക്കുക, വിരമിക്കുമ്പോൾ ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ന്യൂസ് 18 തിരുവനന്തപുരം.